ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ കർത്തൃ സന്നിധിയിലായിരിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം കൃപയാൽ സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2026 വർഷത്തിൻ്റെ ജൂൺ മാസം 16 തീയതി കാണുവാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം തേടുവാൻ ദൈവം സഹായിച്ച വിലപ്പെട്ട അവസരങ്ങൾക്കായിട്ട് നന്ദി നിറയെ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സകല ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ 5-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവർ കടലിൻ്റെ അക്കരെ ഗദരദേശത്തെത്തി. പടവിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള മനുഷ്യൻ കല്ലറയിൽ നിന്നാണ് യേശുവിനെ എതിരേറ്റു എന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ കർത്താവ് ഏത് സമയങ്ങളിലും ഏത് നിമിഷങ്ങളിലും ജനത്തെ മുട്ടുന്നു, വ്യക്തിത്വങ്ങളെ വീക്ഷിക്കുന്നു, ഹൃദയങ്ങളെ വിവേചിക്കുന്നു. ദൈവത്തോട് അടുത്തു ചെല്ലുന്നവരെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അതിൻ്റെ മർക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം വായിക്കുമ്പോൾ, അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് യേശു അവരോട് പറഞ്ഞിരുന്നു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറുപടകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. യേശു അമരത്ത് തലയണ വെച്ചുറങ്ങുകയായിരുന്നു. അവർ യേശുവിനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കാം, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്ന് വലിയ ശാന്തത ഉണ്ടായി. പിന്നെ യേശു അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. പ്രൈസലോ. അപ്പോൾ ഈ ഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കുന്ന ഒരനുഭവത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അന്ന് സന്ധ്യയായപ്പോൾ അവർ അക്കരയ്ക്ക് പോകാമെന്ന് പറയും. ശിഷ്യന്മാർ കർത്താവിൻ്റെ വാക്കനുസരിച്ച് അക്കരയ്ക്ക് പോകാൻ തയ്യാറായി. അവർ പടകിൽ യാത്ര ചെയ്യുമ്പോഴാണ് പടകിൽ തിര തള്ളിക്കയറിയത്. ആ കൊള്ളക്കം സൃഷ്ടിച്ചു. അവർ വല്ലാതെ ഭാരപ്പെട്ടു. അവർ തിര തള്ളിക്കയറി വെള്ളം കയറിയപ്പോഴത്തേക്ക് കർത്താവിനെ ഉണർത്തുകയാണ്. കർത്താവ് ആ പടകിൽ ഉണ്ടായിരുന്നു. കർത്താവ് അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. സ്തോത്രം. എന്നാൽ കർത്താവ് എഴുന്നേറ്റ ഉടനെ സ്തോത്രം ചെയ്തത്, കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കാൻ കൽപ്പിച്ചു. സ്തോത്രം. നമ്മുടെ ദൈവം കൽപ്പിക്കുമ്പോൾ സകലത്തിനും ശാന്തതയുണ്ടാകുന്നു. എൻ്റെ ദൈവം തൊടുമ്പോൾ സകലത്തിനും സൗഖ്യം വരുന്നു. എൻ്റെ ദൈവം സ്തോത്രം നോക്കിയാൽ ആ നോട്ടത്തിൽ തന്നെ ശത്രു തകർന്നു പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, വ്യത്യസ്ത തലങ്ങളിൽ പലവിയ ഭാരത്തോടെ, വേദനയോടെ പലപ്പോഴും ആയിപ്പോകാറുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെയും നാം കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. 136-ാം സങ്കീർത്തനം 23-ാം വാക്യം വായിക്കുമ്പോൾ, ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവന്റെ ദയ എന്നേക്കുമുള്ളതെന്നാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ ദയ കൊണ്ടാണ് നമുക്കൊരു നന്മ വരുന്നത്. ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് നമുക്ക് ഒരു നന്മ വരുന്നത്. നമ്മുടെ ദൈവം ആരാണ്? ആ ദൈവത്തിന്റെ വലിയ പ്രത്യേകതയെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സ്തോത്രം. കാരണം ദൈവത്തിന്റെ പ്രവൃത്തി വ്യക്തമായി നോക്കുമ്പോൾ, യെശയ്യാ പുസ്തകം 40-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. 40-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം. പ്രൈസലോ. അപ്പോൾ നമ്മോട് നിത്യം കൂടെ ഇരിക്കുന്ന, ഓരോ ദിവസങ്ങളിലും നമ്മോട് അടുത്തിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രത്യേകത അവിടെ പറയുന്നു. നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, നിനക്കറിഞ്ഞുകൂടായോ, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. ഭൂമിയുടെ അറുതികളെ, ഭൂമി ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുമ്പോൾ ഉളവായ ഭൂമി അത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇവിടെ പറയുന്നു, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ, അവൻ ക്ഷീണിക്കുന്നില്ല,
തളർന്നു പോകുന്നതുമില്ല. ദൈവത്തിന്റെ ബുദ്ധി അപ്രമേയമല്ല. ക്ഷീണിച്ചു പോകാത്ത, തളർന്നു പോകാത്ത ഒരു ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ പറയുന്നു, ദൈവം ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. സ്തോത്രം. പലപ്പോഴും നാം ശാരീരികമായും മാനസികമായും തളർന്നു പോകാറുണ്ട്. ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടെ അടിപതറി പോകാറുണ്ട്. നമ്മൾ ബലഹീനപ്പെട്ട് വളരെ നിരാശപ്പെട്ട് തുഴഞ്ഞു പോകുന്ന ചില സന്ധികൾ, പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന ആക്സിഡന്റുകൾ, പെട്ടെന്നുണ്ടാകുന്ന കടബാധ്യതകൾ, പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇവയൊക്കെയും നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം നമ്മൾ തളർന്നു പോകുന്നു, ക്ഷീണിച്ചു പോകുന്നു, നമ്മൾ കാലിൽ വല്ലാതെ വാടിപ്പോകുന്ന ഒരു അനുഭവം. ദൈവത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. 40:12 നോക്കൂ. തന്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും ഭൂമിയുടെ പൊടിനാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവൻ ആർ? യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്തവൻ ആർ? ഹല്ലേലൂയ. അപ്പൊ അത്രമാത്രം ശക്തിയേറിയ ഒരു ദൈവത്തെയാണ് നാം സ്നേഹിക്കുന്നത്. ആ ദൈവമാണ് നമ്മയും സ്നേഹിക്കുന്നത്. ആ ദൈവത്തിന്റെ അടുക്കലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. സ്തോത്രം. നാം ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോഴാണ് ദൈവം നമുക്ക് ശക്തി നൽകുന്നത്. ശക്തി എങ്ങനെ നൽകുന്നു? കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരിലേക്കാണ് ദൈവത്തിന്റെ ശക്തി അയക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി. സ്തോത്രം. അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. സ്തോത്രം. എല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്നാണ് ദൈവത്തിന്റെ വചനം. എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, സ്തോത്രം. അവിടെ മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേരടങ്ങുന്ന ഒരു സംഘം കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ടി വരും. നമ്മൾ സ്തോത്രം പ്രാർത്ഥനയോടെ, കണ്ണുനീരോടെ, യാചനയോടെ, ഹല്ലേലൂയ, ദൈവസന്നിധി എന്തപേക്ഷിച്ചാലും ദൈവം നമുക്ക് നൽകുവാൻ ശക്തനാണ്. ദൈവം അത് ചെയ്തു തരും. കാരണം അതാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. ദൈവം ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുന്നവനാണ്. ഹല്ലേലൂയ. ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുന്നവനാണ്. ഇന്ന് മനുഷ്യൻ അവരവരുടെ സ്വയം പുകഴ്ചകളിലും സ്വാർത്ഥതകളിലും ഹല്ലേലൂയ സ്തോത്രം ചാഞ്ചാടി നിൽക്കുമ്പോൾ അവർ തിരിച്ചറിയുന്നില്ല നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച്. ഹല്ലേലൂയ. നാം ഒന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കുക. അവിടെ നമുക്ക് കാണാൻ സാധിക്കും ദീനരോധനങ്ങൾ, മനുഷ്യന്റെ ഹല്ലേലൂയ ഓരോരോ സ്റ്റേജുകൾ, മനുഷ്യൻ ഹല്ലേലൂയ സ്തോത്രം തന്റെ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഓപ്പറേഷന് വിധേയമായി അയ്യം വിളിക്കുന്ന അനുഭവങ്ങൾ. ഹല്ലേലൂയ. ഈ ഒരു അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ എങ്ങനെ വിളിക്കാതിരിക്കും? നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കണം, ദൈവത്തോട് യാചിക്കണം. ഞാൻ ഈ മെസ്സേജ് പറയാനായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ തന്നെ പെട്ടെന്ന് എനിക്കൊരു കോൾ ഉണ്ടായി. ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ സ്തോത്രം എന്നോട് ഒരു സിസ്റ്റർ പ്രാർത്ഥിക്കുവാനായിട്ട് വിളിച്ചതാണ്. ഞാൻ എന്താ വിഷയം എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ നെയ്യാറ്റിങ്കര നിംസ് ഹോസ്പിറ്റലിൽ ഒരു ശസ്ത്രക്രിയയ്ക്ക് ഷൈനി എന്ന് പറയുന്ന ഒരു വ്യക്തി വിധേയപ്പെടുകയാണ്. ആ വ്യക്തിയെ പ്രാർത്ഥിക്കാനാണ് എന്നെ വിളിച്ചത്. ഞാൻ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു വെച്ചിട്ടാണ് ഞാൻ ഈ മെസ്സേജിന് ഞാൻ തയ്യാറെടുത്തത്. ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, പെട്ടെന്നുണ്ടാകുന്ന പ്രലോഭനങ്ങൾ, പെട്ടെന്നുണ്ടാകുന്നതായ അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്നതായ ക്രമീകരണങ്ങൾ, അത് പലപ്പോഴും നമ്മെ തളർത്തിക്കളയുന്ന ഒരു അനുഭവമാണ്. കാരണം എവിടെ തളർന്നു പോകുന്നുവോ, എവിടെ കുഴഞ്ഞു പോകുന്നുവോ, എവിടെ വാടിപ്പോകുന്നുവോ അവിടെ ഹല്ലേലൂയ പോകാൻ സമ്മതിക്കാതെ ദൈവത്തിന്റെ കരുതലിനായിട്ടുള്ള സാന്നിധ്യവുമായിട്ട് കരുതലോടുകൂടെ ദൈവം നമ്മെ സ്നേഹിക്കുകയും ദൈവം നമ്മെ പരിപാലിക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നു. സ്തോത്രം. നാം ദൈവമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് നമുക്ക് ആ ദൈവത്തിന്റെ കൃപ വരുന്നത്, ദൈവത്തിന്റെ ദയ വരുന്നത്. കാരണം സ്തോത്രം, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ പടകിൽ യേശു ഉണ്ടായിരുന്നു. എന്നാലും കർത്താവ് അല്പസമയം ഒന്ന് ക്ഷീണാവസ്ഥ പോലെ മയങ്ങിക്കിടന്ന ഒരു അനുഭവമാണ്. ആ മയക്കം പിടിച്ചു കിടന്ന സമയത്താണ് തിരകൾ തള്ളിക്കയറിയത്. കാരണം എന്താണ്? അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞത് കർത്താവിന്റെ ദൃഷ്ടി ഹല്ലേലൂയ സ്തോത്രം എവിടേക്ക് പതിഞ്ഞു? ഗദരദേശത്തേക്ക് പതിഞ്ഞു. സ്തോത്രം. ഇത് ശിഷ്യന്മാർക്ക് അറിയത്തില്ല, തന്നോട് കൂടെയുള്ള പ്രിയപ്പെട്ടവർക്ക് അറിയത്തില്ല. ഗദരയിലെ ശക്തിയുള്ള ഒരു ഇളക്കമാണ് ഈ പടകിൽ തള്ളിക്കയറിയത്. സ്തോത്രം. പക്ഷേ കർത്താവ് എഴുന്നേറ്റ ഉടനെ ആ ഗദരീനി ശക്തിയുടെ ആത്മാവിനെ ശാസിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും നമുക്ക് നേരെ വരുന്ന കോളിളക്കങ്ങളെ, നമുക്ക് നേരെ വരുന്ന പ്രലോഭനങ്ങളെ, നമുക്ക് നേരെ വരുന്ന പ്രതിസന്ധികളെ ഹല്ലേലൂയ നാം അധരം തുറന്ന് ശാസിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധ വചനം പറഞ്ഞ് ജീവനും മരണവും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക, നമ്മുടെ അധരം തുറന്ന് കൽപ്പിക്കുക, അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ആ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിനക്ക് അസാധ്യമാവുകയില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. അവൻ നിനക്ക് ഒരു ദോഷവും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ വാഗ്ദത്ത വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു ദൈവത്തിന്റെ പൈതൽ കൽപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ സാത്താൻ കീഴടങ്ങും, ശാപബന്ധനങ്ങൾ പൊട്ടും, പ്രതികൂലത്തിന്റെ ശക്തികൾ തകർക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. ഹല്ലേലൂയ സ്തോത്രം. കാരണം സദൃശവാക്യങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, സ്തോത്രം, ജ്ഞാനി വീരന്മാരുടെ പട്ടണത്തിൽ കയറുകയും അതിന്റെ ആശ്രയമായ കോട്ടയെ ഇടിച്ചു കളയുകയും ചെയ്യും. ഹല്ലേലൂയ. ജ്ഞാനി ആരാണ്? ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞു, ജ്ഞാനി സ്തോത്രം സർവശക്തനായ ദൈവമാണ്. അവൻ സർവജ്ഞാനിയാണ്, സർവ്വവ്യാപിയാണ്, സകലത്തിനും മതിയായ ദൈവമാണ്, സകലത്തെയും ആധാരമാക്കിയിരിക്കുന്ന ദൈവമാണ്, സകലത്തിന് സൃഷ്ടികർത്താവാണ്, സകലത്തിന്റെയും സൃഷ്ടി പരിപാലകനാണ്, അൽഭയാണ്, ഒമേഗയാണ്, ആദിയാണ്, അന്തമാണ്, അനാദിയാണ്, അവകാശിയായ ദൈവമാണ്. ഹല്ലേലൂയ. ഈ ആത്മസാന്നിധ്യം ഹല്ലേലൂയ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും, ഏത് പ്രതിസന്ധികളുടെ നടുവിലും, ഏത് വെല്ലുവിളികളുടെ നടുവിലും നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും, ശത്രുവിനെ ശാസിക്കാൻ പറ്റും. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നാം പ്രാർത്ഥിച്ചാൽ, സ്തോത്രം, ജ്ഞാനി വീരന്മാരുടെ പട്ടണത്തിൽ കയറുന്ന പറഞ്ഞാൽ എന്താണ്? വീരന്മാർക്ക് തുല്യമായി വാഴുന്ന അനേകരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. അനേക ദേശങ്ങളിൽ, അനേക പട്ടണങ്ങളിൽ, അനേക ഗ്രാമങ്ങളിൽ സ്തോത്രം, ജ്ഞാനി എന്ന് പറഞ്ഞ്, ഞാൻ വീരനാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന അനേകരുണ്ട്. അവരിലൂടെ പന്താടുന്ന പൈശാചികമായ പ്രവർത്തനങ്ങളുണ്ട്. ഒരു ദേശത്തെ കാലം നമ്മൾ നോക്കുമ്പോൾ ആ ദേശത്തിലൊരു ദേശാന്തര സ്പിരിറ്റ് വ്യാപരിച്ചിരിക്കും, ദേശാന്തര ശക്തി വ്യാപരിച്ചിരിക്കും. ആ ദേശാന്തര ശക്തിയെ ഒരു ദൈവത്തിന്റെ അഭിഷിക്തം കാൽച്ചവിട്ടി പ്രാർത്ഥിച്ചാൽ, ഒരു ദൈവത്തിന്റെ അഭിഷേകമുള്ളവര് ആണായാലും പെണ്ണായാലും പ്രാർത്ഥിച്ചാൽ, സ്തോത്രം, ആ അന്ധകാര ശക്തി കീഴടങ്ങേണ്ടതാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? അബ്രഹാമിനോട് ദൈവം സംസാരിച്ച്, നീ കാൽ ചവിട്ടുന്ന സ്ഥലം ഞാൻ നിനക്ക് അവകാശമായി നൽകും. പ്രൈസ് ദി ലോർഡ്. അപ്പോ അബ്രഹാം കാൽ ചവിട്ടി പ്രാർത്ഥിച്ച ഇടം അബ്രഹാമിന് അവകാശമാക്കി കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഇടങ്ങളിൽ നാം കടന്നിരുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമുക്ക് കാണാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നാം ദൈവമായിട്ട് ബന്ധപ്പെടുമ്പോൾ, നാം കടന്നു പോകുന്ന പാതകളിൽ കർത്താവിനെ കൂട്ടുപിടിച്ച് കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നാം കടന്നുപോയാൽ നിശ്ചയമായും ഹല്ലേലൂയ. യെശയ്യാ 45:2 പറയുന്നു, ഞാൻ നിനക്ക് മുമ്പേ കടന്നു ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഹണ്ണിച്ചു കളയുകയും ചെയ്യും. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം 18-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. അവൻ ആശ്രയമാക്കി വെച്ചിരിക്കുന്നു അവൻ ആശ്രയമാക്കി വെച്ചിരുന്ന കൂടാരത്തിൽ നിന്ന് അവന്റെ തായ് വേരുകളെ അറുത്ത് കളയുമെന്നാണ്. ഹല്ലേലൂയ. ആശ്രയമാക്കി വെച്ചിരുന്ന കൂടാരം ഏതാണ്? മനുഷ്യന്റെ ശരീരമാണ്. മനുഷ്യ ശരീരത്തിൽ പിശാച് പലവിധമാകുന്ന തന്ത്രങ്ങളുണ്ട്, പല വ്യത്യസ്ത രോഗങ്ങളുണ്ട്, പല പല പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഹല്ലേലൂയ. രോഗത്തിന് അഡിക്റ്റാക്കി, സാമ്പത്തികം തകർത്ത്, ഓപ്പറേഷന് വിധേയമാക്കി, ഹല്ലേലൂയ സ്തോത്രം, വ്യക്തികളെ നശിപ്പിച്ചു കളയുന്നു. കള്ളൻ വരുന്നത് അറിപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അത്രയെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് പോലെ വചനത്തിന്റെ വ്യവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തിയെ ഹല്ലേലൂയ ശത്രുവിന് തൊടാൻ കഴിയത്തില്ല. പലപ്പോഴും ഇങ്ങനെയുള്ള രോഗത്തിന് അടിമപ്പെടുത്തി കളയുമ്പോൾ നമ്മൾ അടിപതറിപ്പോകരുത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വളരെയേറെ രോഗത്തിന് അടിമപ്പെടുത്തി, സ്തോത്രം, വളരെ ഭാരപ്പെട്ടു. സ്തോത്രം. ഹാർട്ടിന് പെട്ടെന്ന് വെച്ചൊരു അസ്വസ്ഥത ഉണ്ടായി. അങ്ങനെ വയലേഷൻ ഉണ്ടായി. എന്നെ ഞാൻ കടന്നുപോയി ഹോസ്പിറ്റലിൽ നിന്ന്, മഞ്ചേരി ഹോസ്പിറ്റലിൽ നിന്ന് നെയ്യാറ്റിൻകരയ്ക്ക് റെഫർ ചെയ്തു. നെയ്യാറ്റിൻകരയിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തു. പക്ഷെ പിന്നെ തുടർച്ചയായിട്ട് ഡോക്ടർ പറഞ്ഞ ഓരോരോ ചെക്കപ്പുകൾ കഴിഞ്ഞപ്പോൾ 2 മാസം എടുത്തു. അങ്ങനെ ഞാൻ തീരുമാനിച്ചു, എല്ലാം ചെക്കപ്പുകൾ നടക്കട്ടെ, ഏത് ടെസ്റ്റിലാണ് എന്ത് പെശകെന്ന് കണ്ടുപിടിക്കാമല്ലോ എന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞ എല്ലാ ടെസ്റ്റുകളും ഞാൻ എടുക്കുവാനിടയായി. ആ ടെസ്റ്റിന്റെ എല്ലാ റിസൾട്ടും, എക്സ്റേ, ECG, എക്കോ എല്ലാം കൊണ്ട് സ്കാനിങ് ചെയ്തതും എല്ലാ റിപ്പോർട്ടുമായിട്ട് ഞാൻ പരിശുദ്ധ ലവാർമി ക്രൂസിയറിന്റെ സെന്ററിൽ ചെന്ന് സ്തോത്രം പ്രാർത്ഥിക്കാൻ തുടങ്ങി. 10 ദിവസം ഹല്ലേലൂയ സ്തോത്രം ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ഉപവാസ പ്രാർത്ഥനയുടെ 19-ാം ദിവസം
അരവിന്ദ് മോഹൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ശുശ്രൂഷിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ശക്തമായി എനിക്ക് നേരെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. എന്നിൽ വ്യാപരിക്കുന്ന പോരിന്റെ കെട്ടുകളെ ദൈവം പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ആരാധിച്ച് ജയമെടുക്കാൻ പറഞ്ഞു. ഞാൻ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ ഉള്ളിൽ ഒരു പൊട്ടൽ പോലെ എനിക്ക് അനുഭവപ്പെട്ടു. സ്തോത്രം. അതിന്റെ 3 ദിവസം കഴിയുമ്പോൾ, ഈ ഫാസ്റ്റിംഗ് പ്രയർ കഴിയുന്നതിന്റെ പിറ്റേ ദിവസം എനിക്ക് അടുത്ത ശ്വാസകോശത്തിന്റെ ടെസ്റ്റ് നടക്കേണ്ട ദിവസമാണ്. സ്തോത്രം. ശ്വാസനാളത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഞാൻ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ എന്തോ ഒരു സാധനം എൻ്റെ വായ്ക്കകത്ത് ഉള്ളിൽ നിന്ന് പൊട്ടി വന്നു. അത് വല്ലാത്തൊരു ദുർഗന്ധമായിരുന്നു. പക്ഷേ ഞാൻ പുറത്തേക്കിറങ്ങി ഞാൻ അത് തുപ്പി, അത് നോക്കി നല്ലവണ്ണം. പക്ഷെ അത് പിന്നീട് ഞാൻ കഴുകി ഞാൻ വീണ്ടും ഞാൻ ആരാധന കഴിക്കാറ്, വീണ്ടും ഞാൻ ആരാധിക്കാൻ തുടങ്ങി, വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു, ആത്മാവിൽ പ്രാർത്ഥിച്ച് ബലപ്പെട്ടു. സ്തോത്രം. ആ രോഗം എന്നെ വിട്ടുപോയി. സ്തോത്രം. പിന്നെ ഒരു ടെസ്റ്റിന് ഞാൻ പോയെങ്കിൽ പിന്നെയും എന്നെ രോഗത്തിനണിയപ്പെട്ടു. ആ ടെസ്റ്റെല്ലാം വെച്ച് ഞാൻ ആ ടെസ്റ്റിൽ കൈവച്ച് 2 കവറിലായിട്ട് എൻ്റെ ECGയും സ്കാനും എക്സ്റേയും എല്ലാ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ എല്ലാം ഞാൻ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സർവ്വവല്ലഭനായ ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കണം. ആദ്യയിൽ ഏതെങ്കിലും ഓപ്പറേഷൻ നടത്തിയ പരമ ഡോക്ടറായ കർത്താവ് തന്നെ എന്നെ സൗഖ്യമാക്കണം എന്ന് ഞാൻ ദൈവത്തോട് കരയാൻ തുടങ്ങി, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ, ആ ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ അത്ഭുതകരമായി വിടുവിച്ചു. സ്തോത്രം. ഞാൻ ഏപ്രിൽ മാസം 31-ാം തീയതി സ്തോത്രം ലാസ്റ്റ് പീരീഡിൽ ഞാൻ സാക്ഷ്യം പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾ, നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വാസത്താൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നല്ല മറുപടിയുണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് സമാധാനം വീണ്ടെടുപ്പുണ്ട്. ദൈവത്തിന്റെ വചന പഠിപ്പിൽ നമ്മൾ പതറേണ്ട കാര്യമില്ല, നമ്മൾ ഇടറേണ്ട കാര്യമില്ല. പക്ഷേ നമ്മുടെ ഉള്ളിന്റെ ഉള്ളറകളിൽ ഹല്ലേലൂയ വിശ്വാസമെന്ന പരിചയമുണ്ടെങ്കിൽ നിശ്ചയമായും സകലത്തെയും തടുത്തു നിർത്തുവാൻ, സകലത്തെ പിന്നിൽ നിന്ന് വരുന്ന ഏത് പ്രത്യാഖ്യാതങ്ങളെയും, ഏത് വെട്ടിനെയും, ഏത് കുത്തിനെയും, ഏത് പ്രലോഭനങ്ങളെയും ചെറുത്ത് നിർത്തുവാൻ വിശ്വാസമെന്ന പരിചയ ഹല്ലേലൂയ നമ്മൾ ധരിച്ചിരിക്കണം. ഹല്ലേലൂയ. ആ പരിചയോടുകൂടെ നാം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും സ്തോത്രം ഹല്ലേലൂയ സകലത്തിൽ ചെറുത്ത് നിർത്താനുള്ള കൃപ ഉന്നതത്തിൽ നിന്ന് ദൈവം നമുക്ക് ദാനമായി നൽകും. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. നമ്മുടെ ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവമാണ്. രോഗത്തിന്മേൽ ആത്മാവിന്മേൽ, രോഗാണുശക്തിയുടെ രോഗബന്ധനത്തിന്മേൽ ജയമെടുക്കുവാൻ യേശുവിനെ മാത്രമേ കഴിയൂ. ഹല്ലേലൂയ. ആ യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആ യേശു ഇന്നും അത്ഭുതങ്ങളുടെ ദൈവമായി നമ്മുടെ മധ്യത്തിൽ കൂടെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, കർത്താവ് ഗദരദേശ ദേശത്തേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ അശുദ്ധാത്മമുള്ള ഒരു മനുഷ്യൻ കല്ലറയിൽ നിന്ന് വന്ന് യേശുവിനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാനും, പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി പിടിച്ചും കളയും. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അപ്പോൾ ആർക്കും അടക്കാൻ കഴിയാത്ത ഏതുണ്ടോ അതിനെ യേശു അടക്കും. എങ്ങനെ? വാക്കുകളാൽ, നോട്ടത്താൽ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ പ്രവൃത്തിയാൽ, യേശു ക്രിസ്തുവിൻ നാമത്താൽ അത് കീഴടങ്ങിയിരിക്കും. ആമേൻ. നാം ഉറപ്പോടെ ധൈര്യത്തോടെ നിന്നാൽ നിശ്ചയമായും ദൈവം അത് ചെയ്യും. ആർക്കും അവൻ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകൽ കല്ലറകളിലും മലകളിലും ഇടപെടാതെ നിലവിളിച്ച് തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചു പോകുന്നു. അപ്പൊ പിശാച് ബാധിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രവണതയെന്ന് പറഞ്ഞാൽ അവന്റെ സ്വന്തം ശരീരത്തെ പോലും അവൻ മുറിപ്പെടുത്തും. അവൻ സ്വന്തം ശരീരത്തെ കല്ലുകൊണ്ട് ചതച്ച് മുറിപ്പെടുത്തി. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ വിലങ്ങ് ഉരുമ്മി പൊട്ടിച്ച് കല്ലറയിൽ പാർത്തിരുന്ന ഒരു ഭൂതഗ്രസ്തൻ. നമ്മൾ ശ്രദ്ധിക്കണം. ദൈവമക്കളോട് ഇണങ്ങാതെ, ദൈവമക്കളുമായിട്ട് സഹകരിക്കാതെ, ദൈവത്തോട് പ്രാർത്ഥിക്കാതെ പിശാചിന്റെ പ്രവൃത്തിയാൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ സ്തോത്രം, ആ വ്യക്തിക്ക് ദൈവമക്കളോട് അടുക്കാൻ കഴിയത്തില്ല, ദൈവനാമത്തിൽ അടുക്കാൻ കഴിയത്തില്ല, ദൈവമായിട്ടൊരു ബന്ധം കാണത്തില്ല. സ്തോത്രം. അവർക്ക് എങ്ങനെ മൃഗീയമായ അനുഭവങ്ങൾ ഒരു വ്യക്തിയെ പീഡിപ്പിക്കാൻ പറ്റുമോ എന്ന് കാത്തിരുന്ന് പിശാചിന്റെ പ്രവൃത്തി ചെയ്യുവാൻ ഇടയായിത്തീരും. എന്നാൽ വചനം പറയുന്നു, 1 യോഹന്നാന്റെ ലേഖനം 3-ാം വാക്യത്തിൽ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായിരിക്കും. അപ്പൊ ആ യേശു ഇവിടെ പ്രത്യക്ഷനാവുകയാണ്. നോക്കുക, അവിടെ കർത്താവിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവൻ രാവും പകലും കല്ലറകളും മലകളിലും ഇടപെടാതെ നിലവിളിച്ച് തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചു പോകുന്നു. അവൻ യേശുവിനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന്
യേശുവിനെ നമസ്കരിച്ചു. ഹല്ലേലൂയ. ഇന്ന് മനുഷ്യന് എത്ര നന്മ കൊടുത്താലും, എത്ര അനുഗ്രഹം കൊടുത്താലും, എത്ര കൃപ കൊടുത്തിരുന്നാലും യേശുവിനെ നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ ചിലർക്ക് അലർജിയാണ്. സ്തോത്രം. അവരവരുടേതായ ശക്തികളിൽ ഒതുങ്ങി അവർ പ്രാഗൽഭ്യത്തോടുകൂടെ ഒരേ വീമ്പിളക്കിയൊക്കെ ജീവിക്കുന്ന ഒരു അനുഭവത്തെ കാണാൻ സാധിക്കും. ഇവിടെ നോക്കൂ, പിശാച് യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ട ഉടനെ ഓടിച്ചെന്ന് യേശുവിനെ എന്ത് ചെയ്തു? നമസ്കരിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് അവൻ ഉറക്കെ നിലവിളിച്ചു. എന്താ വിളിച്ചത്? യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്ക് നിനക്കും തമ്മിലെന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിശാച് വിളിച്ച വാക്ക് കേട്ടോ? യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്ക് നിനക്കും തമ്മിലെന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അവൻ നിലവിളിച്ചു പറയുകയാണ്. ഉടനെ യേശു പറഞ്ഞ, അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചു. നിന്റെ പേരെന്തെന്ന് അവനോട് ചോദിച്ചതിന്, എന്റെ പേര് ലഗ്യോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് ഞങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയൊന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങൾ അയക്കണം എന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. യേശു അനുവാദം കൊടുത്തു. നോക്കൂ, പിശാച് ചോദിച്ചപ്പോൾ പോലും അനുവാദം കൊടുത്തത് യേശു. ആ യേശുവിന്റെ മഹാമനസ്കതയെ നമ്മളൊന്ന് കാണണം. ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ ഒന്ന് കാണണം. കാരണം യേശുവിനറിയാം, ഈ പിശാചുക്കൾ അപേക്ഷിക്കുന്നത് ഞാൻ ചെയ്താൽ ഈ പിശാചുക്കൾ പോകേണ്ട ഇടത്ത് പോകും. ഈ മനുഷ്യൻ ഫ്രീയാകും. പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യൻ ഒരാൾ രക്ഷപ്പെട്ടാൽ ആ വ്യക്തിയിലൂടെ ആയിരങ്ങൾ രക്ഷിക്കപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. സ്തോത്രം. ഞാൻ പറയട്ടെ, ഒരു വ്യക്തി പാപബോധമുണ്ടായി, ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടാൽ, ഒരു വ്യക്തി രക്ഷയുടെ ഭാഗത്ത് വന്നാൽ, ഒരു വ്യക്തി സ്നാന ശുശ്രൂഷയിൽ പങ്കെടുത്താൽ, ഒരു വ്യക്തി തിരുമേശയിൽ പങ്കാളിത്തം വഹിച്ചാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി സ്തോത്രം യേശുവിനെ അനുഗ്രഹിച്ചാൽ, ആ വ്യക്തിയുടെ ആയിരങ്ങൾ യേശുവിനെ കാണുവാനിടയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ നാം താല്പര്യത്തോടെ നമ്മെ തന്നെ വിധേയപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നോക്കൂ, നാട്ടിൽ നിന്ന് ഞങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയൊന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികെ മേഞ്ഞുകൊണ്ടത് പന്നിക്കൂട്ടത്തിൽ കിടക്കുന്നതിന് അവൻ യേശുവിനോട് പിശാചുക്കൾ ആവശ്യപ്പെട്ടു. കർത്താവ് അത് അനുവദിച്ചു. എന്നാൽ അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടന്തൂക്കത്തൂടെ കടലിലേക്ക് പാഞ്ഞ് ദീർഘിച്ചു. അവ ഏകദേശം 2000 സ്തോത്രം. പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു. യേശുവിന്റെ അടുക്കൽ വന്ന് ലഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. ഹല്ലേലൂയ. അന്ന് വരെ അവന് വസ്ത്രധാരണമില്ല, അന്ന് വരെ അവന് സുബോധമില്ല. അവനൊരു ഭ്രാന്തനായി, പിശാച് ബാധിച്ചവനായി, സ്വയം തന്നെത്താൻ ചതച്ച് കല്ലറയിൽ പാർത്തിരുന്ന ഒരു മനുഷ്യൻ. അവൻ സുബോധം പൂണ്ട് വസ്ത്രം ധരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവനെ കാണുവാൻ പലരും ചെന്നു. അവനെ കണ്ട് അവർ ഭയപ്പെട്ടു. കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചത് പന്നികളുടെ കാര്യം അവരോട് അറിയിച്ചു. അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ വിട്ടുപോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി. ഇത് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ യേശുവിനെ അനുഗമിക്കുന്ന ഒരു അനുയായിയെ പലരും വെറുക്കുന്നത് കാണാൻ സാധിക്കും. നിഷ്കർഷിച്ച് പറയുന്നത് കാണാൻ കഴിയും. അവരെ വെറുപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ പല അസഭ്യങ്ങൾ പറയുന്നത് കാണാൻ സാധിക്കും. ഇവിടെ യേശുവിനെ അതിർവിട്ട് അനേക വീടുകളിൽ അനേകർ മാനസാന്തരപ്പെടുമ്പോൾ അനേകർക്ക് ഹല്ലേലൂയ സ്തോത്രം ആശ്വാസം നഷ്ടപ്പെടുകയാണ്. എന്താ കാരണം? അവർ വ്യാപരിക്കുന്ന അന്ധകാര മണ്ഡലത്തിന് നിൽക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ ആത്മാവ് അധിവസിക്കുമ്പോൾ, യേശുവിന്റെ സാന്നിധ്യം തേടുമ്പോൾ, യേശുവിനെ പറ്റിച്ചേരുമ്പോൾ സ്തോത്രം പിശാച് ബാധിച്ചവർക്ക് നിൽക്കാൻ കഴിയത്തില്ല, അവരോട് ചേരാൻ കഴിയത്തില്ല, അവരോട് സഹകരിക്കാൻ കഴിയത്തില്ല, മുഖത്തോട് മുഖം നോക്കത്തില്ല എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, 2 പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 2-ാം ലേഖനത്തിന്റെ സ്തോത്രം 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. നമ്മെ യേശു വിളിക്കുന്നുവെങ്കിൽ, നമ്മെ യേശു സ്നേഹിക്കുന്നുവെങ്കിൽ
നമുക്കുള്ള വിളി എന്തെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുവാൻ, അതിൽ ഉറപ്പ് വരുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വിളി, നമ്മുടെ തിരഞ്ഞെടുപ്പ് നമ്മൾ ഉറപ്പ് വരുത്തുകയും അതിന് ശ്രമിക്കുകയും ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു. യേശു ആ മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോൾ, അവനിൽ നിന്ന് ഭൂതം വിട്ടുപോയപ്പോൾ അവൻ യേശുവിനെ അനുഗമിച്ചു. അവനെ കണ്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ട്. അതുകൊണ്ട് കർത്താവിനോട് പറയണം, നീ അതിരി വിട്ടു പോകണം. ഹല്ലേലൂയ. എന്നാൽ അവരെയും ദൈവം വിളിക്കുകയാണ്, നമ്മയും ദൈവം വിളിക്കുകയാണ്. എന്തിനു വേണ്ടി? നമ്മുടെ ദൈവത്തിന്റെ നാമമഹത്വത്തെ പ്രകീർത്തിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. ഇവിടെ പറയുന്നു, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പറയുക. അപ്പൊ ദൈവത്തിന്റെ നിത്യരാജ്യത്തിലേക്ക് ധാരാളം പ്രവേശനമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ ഒരു പ്രവേശനത്തിലേക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് അടുത്തു ചേരുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് നിരന്നുകൊള്ളുകയും ചെയ്യണം. സ്തോത്രം. ആ ഒരു നിരപ്പിന്റെ അനുഭവം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ ദൈവം നമ്മെ അധികമായി ശക്തീകരിക്കുകയും അധികമായി ബലപ്പെടുത്തുകയും അധികമായി സ്തോത്രം ദൈവകൃപയിലേക്ക് നയിക്കുകയും ചെയ്യും. കാരണം എഫെസ്യർക്കെഴുതിയ ലേഖനം സ്തോത്രം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ആരാ പ്രാർത്ഥിക്കുന്ന? പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നമ്മൾ തിരിച്ചറിയാൻ. ആമേൻ. ദൈവം നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യന്റെ ഉദയം മുതൽ ഭൂമിയുടെ ആദി വരെയും അസ്തമയം വരെയും ദൈവം നമ്മെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഓരോ ദിനങ്ങളിലും ദൈവം നമ്മെ വിളിക്കുന്നു. ഓരോ ദിനങ്ങളിലും ദൈവം നമ്മെ പരിപാലിക്കുന്നു. അപ്പോ ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിക്കണം. അവിടെ പറയുന്നു, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്നും നാം അറിയുവാൻ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മെ വിളിച്ച ദൈവത്തിന്റെ മുൻപാകെ മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണ്ടേ? ആത്മദാഹമുള്ളവരാകണ്ടേ? ആത്മഭാരമുള്ളവരാകണ്ടേ? ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കണ്ടേ? ആലുവിയ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നുള്ളൂ, ഒരുവന് വേണ്ടി ഒരുവൻ തമ്മിൽ ഭാരങ്ങളെ ഏറ്റുചെന്ന് പ്രാർത്ഥിക്കുന്ന എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും, ദീനക്കാരനെ സൗഖ്യമാകും. ഹല്ലേലൂയ. അപ്പോ ആ ഒരു ദൈവത്തിന്റെ കരുതൽ, ആ ഒരു ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് വ്യാപരിക്കാൻ തക്കവണ്ണം നാം എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ എന്ത് ചെയ്യണം? നാം വിധേയപ്പെടുത്തി കൊടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മെ വിളിച്ചുവെങ്കിൽ, നമ്മെ വേർതിരിച്ചുവെങ്കിൽ, നാം ദൈവത്തെ അനുഗമിച്ചുവെങ്കിൽ, സ്തോത്രം, ഈ ഭൂതഗ്രസ്തൻ യേശുവിനെ അനുഗമിച്ചതുപോലെ നമുക്കും അവൻ യേശുവിന്റെ അനുഭാവികളായി മാറുവാൻ ദൈവം കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അടുത്ത കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ സ്തോത്രം 9-ാം വാക്യം വായിക്കുമ്പോൾ, അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവൻ, അതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെ ദൈവ ഇഷ്ടം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ഹിതത്തിനായിട്ട് എന്ത് ചെയ്യണം? ലഭ്യമാകുന്ന സമയങ്ങളിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ സഹോദര കുടുംബങ്ങൾക്കായി, ബന്ധുജനത്തിനായി നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവെ, അവരുടെ അവസ്ഥകൾക്കൊക്കെ വ്യത്യാസം നൽകണം. ഓരോരുത്തരും ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവം സുഖഭദ്രമായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് നമ്മൾ ആരൊക്കെ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും സ്തോത്രം. നമുക്ക് ചെന്ന് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ചെന്ന് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനകൾക്ക് മറുപടിയായി അവിടങ്ങളിലായി സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ മഹത്വത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കരുതലിനായി പ്രാർത്ഥന പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ പ്രാർത്ഥിക്കുന്നു. അവിടെ പറയുന്നു, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടക്കും. എന്തിനാ പൗലോസ് പ്രാർത്ഥിച്ചത്? നമുക്ക് പൂർണ്ണ പ്രസാദം ലഭിക്കണം. 1. 2, കർത്താവിന് യോഗ്യമാകും വണ്ണം നടക്കണം.
ആത്മീയരായ ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞവരാണ്. ഹല്ലേലൂയ. ആത്മീകമായി വളരുന്നതിനും ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തിൽ മുതിർന്നു വരുന്നതിനും പ്രാർത്ഥിക്കണം. എടുത്തു പറയുന്നത് സകല സത്പ്രവൃത്തിയിലും ബലം കാഴ്ച ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. ആമേൻ. ഏതിലും ഒരു സത്പ്രവൃത്തിക്കാരായി മാറണം. വാക്കുകളിൽ സൽപ്രവൃത്തി, നോട്ടത്തിൽ സൽപ്രവൃത്തി, പ്രവർത്തന മേഖലകളിൽ സൽപ്രവൃത്തി. അത് നാം പരസ്പരം സഹകരിക്കാത്ത, തമ്മിൽ കാണാത്ത, തമ്മിൽ ഒരു സംസാരം ഇല്ലാത്ത ഒരനുഭവത്തിലാണ്. സ്തോത്രം. എല്ലാവർക്കും എല്ലായ്പ്പോഴും എല്ലായിടത്തും എത്താൻ പറ്റത്തില്ല. എങ്കിലും ഇന്നാളിൽ ഫോണുകൾ ഉള്ളത് കൊണ്ട് ഒരു കോൾ വിളിച്ചെങ്കിലും സ്തോത്രം. കർത്താവിന്റെ വചനം പറയുന്നു, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളയായിരുന്നു. പാരയിലോ ആത്മീയമായി നമ്മെ പ്രാർത്ഥിച്ച് സഹായിച്ച, ആത്മീയമായി പ്രാർത്ഥനയിൽ വഴിതെളിച്ച, ആത്മീയമായി നമ്മെ നടത്തിയ ആരെയാണ് സ്തോത്രം. ആത്മാർത്ഥത വിട്ടുകളയരുതെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ പറയുന്നു, സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി ദൈവത്തിന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. അപ്പോൾ പൂർണ്ണമായ ഒരു അഭിഷേകത്തിന്റെ നിറവ് നമ്മിൽ വന്നാൽ മാത്രമാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നത്. അവിടെ എന്തുണ്ടാവുന്നു? സകലതും സഹിക്കാൻ, സകലതും ക്ഷമിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് വരം തരുന്നു. ദൈവത്തിന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ നമ്മൾ ബലപ്പെടണം. പിന്നെ കാണുന്നു, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രത്തിന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സ്തോത്രത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. ഹല്ലേലൂയ. അപ്പൊ ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? വിടുവിച്ചു കൊണ്ടുവരുന്ന ദൈവത്തിന് സ്തോത്രം പറയണം. എഫീസർ 5:11 പറയുന്നു, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തിയിൽ നീ കൂട്ടാളിയാകരുത്, നീ അവയെ ശാസിക്കത്രേ വേണം. ഹല്ലേലൂയ. അപ്പൊ ഇരുള് മാറി വെളിച്ചം നമ്മിലേക്ക് വരണം. ഇവിടെ വിദരദേശത്തായിരുന്ന ഭൂതഗ്രസ്തനെ ദൈവം സൗഖ്യമാക്കുന്നത് കാണാൻ സാധിക്കുന്നു. അവൻ ഹല്ലേലൂയ സ്തോത്രം സൗഖ്യം പ്രാപിച്ചപ്പോൾ യേശു കർത്താവിനെ അനുസരിച്ചതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 28 അധ്യായം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. കപ്പൽ ഛേദമൊക്കെ സംഭവിച്ച് അവര് വളരെ വിഷമത്തിലായി. സ്തോത്രം. അവര് നീന്തി കരകയറി മറ്റൊരു ഭാഗത്തേക്ക് എത്തിയപ്പോൾ അവിടെ സ്തോത്രം അവർക്ക് സംഭവിച്ച ഒരു കാര്യത്തെ കാണാൻ സാധിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 28 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ, രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേര് മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങളോട് അസാധാരണമായ ദയ കാണിച്ചു. സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞ ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം ദൈവനാമ മഹത്വത്തിനായി കടന്നു പോകുമ്പോൾ നമ്മെ അറിയാത്ത അനേകരെ ദൈവത്തിന് വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം ഒരുക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ അവർ കപ്പൽ ഛേദം സംഭവിച്ച് ഓരോരോ ഖണ്ഡങ്ങളിലായി എത്തിപ്പിടിച്ച് നീന്തി ഒരു ദ്വീപിലേക്ക് അവർ കയറി. ആ ദ്വീപിന്റെ പേര് മെലിത്ത എന്നായിരുന്നു. ആ മെലിത്ത ദ്വീപിൽ ചെന്നപ്പോഴത്തേക്ക് അവർക്ക് ബർബരന്മാർ അസാധാരണതയെ കാണിച്ചു. മഴയും ശീതവും നിമിത്തം ഈ കുട്ടി ഞങ്ങളെ ഒക്കെയും കൈക്കൊണ്ടു. ഇവർ തണുത്ത് മരവിച്ച് വിറച്ചു ചെന്നതുകൊണ്ട് വിറക് പറക്കി ഈ കുട്ടി അവരെ ചൂടുപിടിപ്പിക്കാനായി. പൗലോസ് കുറെ വിറക് പറക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യനൊരു കൊലപാതകൻ, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതിദേവി അവനെ ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞത്. അപ്പോ അഭിഷേകമുള്ളവൻ ഏത് ഭാഗത്തിറങ്ങിയാലും അവന് പ്രതികൂലമുണ്ട്, പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട്, വെല്ലുവിളിയുണ്ട്, പോരാട്ടമുണ്ട്. പക്ഷേ ഹല്ലേലൂയ, പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുവെങ്കിൽ അഭിഷേകത്തിന്റെ നിറവിലായിരിക്കുന്ന ഒരു വ്യക്തിയെ ശത്രുവിന് തകർക്കാൻ പറ്റത്തില്ല. ഇവിടെ പറയുന്നു സ്തോത്രം, ഹല്ലേലൂയ, അവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ
ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവനെ വിമർശിക്കുകയാണ്. പൗലോസ് എന്താ ചെയ്തത്? ആ കയ്യിൽ തൂങ്ങിക്കിടക്കുന്ന പാമ്പിനെ അവൻ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ഹല്ലേലൂയ! പരിശുദ്ധാത്മാവിന്റെ തീയിൽ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ഹല്ലേലൂയ സ്തോത്രം കുടയേണ്ടതിനെ കുടഞ്ഞ് ആരാധിക്കാൻ വേണ്ടമാണ് ആരാധിച്ച് അതിന്റെ മേൽ ജയമെടുക്കുമ്പോൾ ദൈവാത്മാവിന്റെ കൃപ നിന്റെ മേൽ നിറഞ്ഞു വരികയും അഭിഷേകം നിമിത്തം നിന്നിൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് നിമിത്തം നിന്നിൽ വ്യാപരിക്കുന്നതായ ഹല്ലേലൂയ സ്തോത്രം പൈശാചിക മണ്ഡലങ്ങൾ തകർന്നു പോകുവാനിടയാകും. ഹല്ലേലൂയ! ആ ദൈവത്തിന്റെ കൃപയിലേക്ക്, ആ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് നാം വളരണം. കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവെ എന്റെ ആവശ്യങ്ങളിൽ അവിടെ എന്താണ് തുണയാളിയായി കൂടെ ഇരിക്കണമേ, എനിക്കായി ദൈവം ഒരു അത്ഭുതം ചെയ്യണമേ. ഹല്ലേലൂയ! 86 സങ്കീർത്തനം 17 വാക്യം വായിക്കുമ്പോൾ എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന്റെ നന്മയ്ക്കായിട്ട് ഒരു അടയാളം ചെയ്യണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ! എന്നാൽ ദാവീദ് പ്രാർത്ഥിച്ച അടുത്ത വാക്യം ദാവീദ് പറയും, ദൈവമേ നീ ഞങ്ങളെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ! ആശ്വാസത്തിന്റെ ഉറവിടമായ ദൈവത്തോട് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ആശ്വാസമറ്റവരായി, സുബോധം നഷ്ടപ്പെട്ടവരായി, ഭാരത്തോടെ, വേദനയോടെ, പ്രയാസത്തോടെ, രോഗാവസ്ഥയിൽ, കടബാധ്യതയിൽ, വ്യത്യസ്ത തലങ്ങളിൽ ഞരങ്ങി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ രീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ വലിയ കൃപ നിന്റെ മേൽ വരും. പക്ഷേ നീ എന്ത് ചെയ്യണം? 77 സങ്കീർത്തനം 1 വാക്യം നീ നോക്കണം. ഞാൻ എന്റെ ശബ്ദമുയർത്തി ദൈവത്തോട്, ഞാൻ എന്റെ ശബ്ദമുയർത്തി ദൈവത്തോട്, എന്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും, ദൈവം എനിക്ക് ചെവി തരും. ഹല്ലേലൂയ! ആ ഉറച്ച വിശ്വാസത്തോടുകൂടെ ഈ പകൽക്കാലം നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിന്റെ അവസ്ഥകൾക്ക് വിരാമമിടുവാൻ ദൈവം ശക്തനാണ്. നീ വിളിച്ച് പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങന്റെ വീട്ടിൽ വരണമേ, അങ്ങന്റെ ദേശത്തിൽ വരണമേ, ഞാൻ പാർക്കുന്നിടത്ത് വരണമേ, അങ്ങന്റെ ഹൃദയത്തിൽ വരണമേ, അങ്ങന്റെ ഉള്ളിൽ വരണമേ, അങ്ങനെയൊക്കെ ഒരു അത്ഭുതം ചെയ്യണമേ, അങ്ങന്റെ തലമുറകളെ സന്ദർശിക്കണമേ, അവരെ യഥാസ്ഥാനപ്പെടുത്തണമേ, അവർക്ക് സുബോധത്തിന്റെ ആത്മാവിനെ പകർന്നു കൊടുക്കണമെന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ! ദൈവമായ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കാമോ? സർവവല്ലഭനായ ദൈവം താങ്ങും തണലുമായി നമ്മുടെ മധ്യേ കൂടെ ഇരുന്ന് നമുക്കായി അത്ഭുതം ചെയ്യുവാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ! കർത്താവ് ഗദരദേശത്ത് ചെന്ന് കല്ലറയിൽ പാർത്ത ഭൂതഗ്രസ്തനെ വിടുവിച്ചതുപോലെ ദൈവം അനേക വ്യക്തികളെ വിടിവിപ്പാനായിട്ട് ആഗ്രഹിക്കണം. ഈ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ദൈവസന്നിധിയിൽ ഒന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ! ദൈവം പറയുന്നു, 1 പത്രോസിന്റെ ലേഖനം 5-6 വാക്യത്തിൽ, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ നിങ്ങൾ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കും. ഹല്ലേലൂയ! അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലും അവന്റെ മേലിട്ടു. ഹല്ലേലൂയ! ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ചുമലിൽ ഭാരങ്ങൾ വയ്ക്കാമോ? പ്രതികൂലങ്ങളെ ദൈവത്തിന്റെ മുമ്പിൽ വിധേയപ്പെടുത്തി കൊടുക്കാമോ? സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? ഞാൻ ഭാരത്തിലായിരിക്കുന്നു, ഞാൻ വേദനയിലായിരിക്കുന്നു, ഞാൻ കണ്ണുനീരിലായിരിക്കുന്നു, കടഭാരത്തിലായിരിക്കുന്നു, പ്രതികൂലങ്ങളാൽ ഞാൻ ഭാരപ്പെടുന്നു, കുടുംബത്തിൽ അസമാധാനത്തിന്റെ വക്കിൽ ഞാൻ ആയിരിക്കുന്നു. കർത്താവിനെ കൊണ്ട്, മക്കളെ കൊണ്ട്, മരുമക്കളെ കൊണ്ട്, ചെറുമക്കളെ കൊണ്ട് ഞാൻ വല്ലാതെ ഭാരപ്പെടുന്ന കർത്താവിന്റെ ഭാരത്തെ അവിടുന്ന് വഹിച്ച എനിക്കൊരാശ്വാസം തരണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസ മേഖലകളിൽ പഠിക്കാൻ കഴിയാതെ നിർവാഹമില്ലാതെ ഭാരപ്പെടുന്നുണ്ടോ? സദൃശവാക്യ 2 അധ്യായം വായിക്കുമ്പോൾ, യഹോവയല്ലോ ജ്ഞാനം നൽകുന്നു, ദൈവത്തിന്റെ തിരുവചനങ്ങൾ കൊടുക്കും. ദൈവം ജ്ഞാനം തരും, ദൈവം പരിജ്ഞാനം തരും, ദൈവത്തിന്റെ കൃപയെ തരും, പഠിക്കാനുള്ള മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കി തരും. പക്ഷേ അത് നീ എന്ത് ചെയ്യണം? നീ ശബ്ദമുയർത്തി ദൈവത്തോട് നിലവിളിക്കണം. ഹല്ലേലൂയ! ദൈവത്തോട് പ്രാർത്ഥിക്കണം. സ്തോത്രം! ഏത് സാഹചര്യങ്ങളിൽ ബലഹീനപ്പെട്ടിരിക്കുന്നു, മാറാത്ത വ്യാധികളാൽ ഭാരപ്പെടുന്നുവോ, മാറാ രോഗങ്ങൾ കടന്നു പിടിച്ചിരിക്കുന്നുവോ, ദൈവത്തോട് പറ, കർത്താവേ എന്റെ ഈ രോഗബന്ധനത്തിൽ നിന്ന് എനിക്ക് പരിപൂർണ്ണ സ്വാതന്ത്ര്യം തരണമേ, എന്നെ സഹായിക്കണമേ, എന്റെ പ്രശ്നത്തിന് ദൈവം പരിഹാരം തരണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിനക്കായി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ മഹാത്മ്യം ഇവിടെ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ! ഹല്ലേലൂയ! അധരങ്ങളെ തുറന്നാട്ടെ, വായെ തുറന്നാട്ടെ, ശബ്ദമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ എന്റെ ജീവിതാനുഭവങ്ങളിൽ അങ്ങനെക്ക് താങ്ങും തുണലുമായി കൂടെ എന്നെ പരിപാലിച്ചു വഴി നടത്തണമേ. ഞാനത് വിശ്വസിക്കുന്നു.
യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. നമുക്ക് ഹാലെ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. ഏകരന്നു നീ കരുതിയിടുമ്പോൾ തുണയായാരും ഇല്ലെങ്കിലും, ഏകരന്നു നീ കരുതിയിടുമ്പോൾ തുണയായാരും ഇല്ലെങ്കിലും, തലയിണയായി കൽമാത്രമെന്നെണ്ണുമ്പോൾ ഗോവേണിയിൽ ദൂതന്മാരിറങ്ങി വരും. തലയിണയായി കൽമാത്രമെന്നെണ്ണുമ്പോൾ ഗോവേണിയിൽ ദൂതന്മാരിറങ്ങി വരും. പിളർന്നതാം പാറയേ അങ്ങിൽ ഞാൻ മറയട്ടെ, പിളർന്നതാം പാറയേ അങ്ങിൽ ഞാൻ മറയട്ടെ. സങ്കേതമേ എനിക്കാലംബമേ, നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ, നിന്നാത്മബലം എനിക്കാനന്ദമേ. പിളർന്നതാം പാറയേ അങ്ങിൽ ഞാൻ മറയട്ടെ, പിളർന്നതാം പാറയേ അങ്ങിൽ ഞാൻ മറയട്ടെ. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹവും പ്രശാന്തമായി നല്ല പകൽക്കാലത്തിനായി സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന പിതാവേ, ഒരു പ്രാവശ്യം കൂടെ തിരുമുഖത്തേക്ക് നോക്കുവാൻ, യഹോവയെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ സർവശക്തൻ കൃപയാൽ സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഈ നിമിഷം പ്രാർത്ഥനയിലായിരിക്കുന്ന സകല മക്കളെ, ഈ ശബ്ദം ശ്രമിക്കുന്ന സകലരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അപ്പന്റെ തിരുക്കരം കൂടെ കർത്താവിടെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. പ്രഷർ രോഗത്താൽ ഭാരപ്പെട്ട് ഭയങ്കരമായ തലച്ചുറ്റിനാൽ കർത്താവെ ശാരീരികമായി ബലഹീനത അനുഭവിക്കുന്ന വ്യക്തി ആരും എന്നെ ശ്രവിക്കുന്നുണ്ടല്ലോ കർത്താവെ. അവർ അനുഭവിക്കുന്ന ബോഡി തളർന്നു പോകുന്ന അനുഭവത്തിൽ ഇവരെ തളർത്തിക്കൊണ്ടിരിക്കുന്ന വൈശാചിക പോരുകളെ, രോഗാത്മാവിനെ, രോഗാണുശക്തികളെ, രോഗബന്ധനത്തിന്റെ ആത്മാവിനെ ഹസ്തജാല പുഷ്കാരമുള്ള ഹസ്തചരം ശക്തൻ ഔടവര ക്ഷവലവ ജലകുട വൗഢവര ഷൈഡകനകജസ്യ ആ രോഗബന്ധനത്തിന്റെ ആത്മാവിനെ ദൈവം ശാസിക്കുന്നതിനായി സ്തോത്രം. പരിപൂർണ വിടുതൽക്ക് ദൈവം കൽപ്പിക്കുന്നതിനായി സ്തോത്രം. സമാധാനത്തിന്റെ വക്കിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന, ആരും നൽകാത്ത ഒരു ദിവ്യ സമാധാനം തന്റെ മക്കളുടെ മേൽ അവിടുന്ന് പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യുവതലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. യുവതലമുറകളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ കർത്താവെ. ആകെ ദൈവസ്നേഹത്തിൽ നിലനിൽപ്പാനോട് സഹായിക്കണം. ആരും തെറ്റിപ്പോകാൻ, വഴുതി വീണു പോകാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് വളരുവാൻ ഓരോ മക്കളെ ഏകാഗ്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പൈശാചിക ബന്ധനത്തിൽ കുടുങ്ങിയിരിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നെങ്കിൽ കർത്താവെ, അവരിൽ വ്യാപരിക്കപ്പെടുന്ന അന്ധകാര പൈശാചിക മണ്ഡലങ്ങളെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ശാസിക്കുന്ന കർത്താവെ. അവിടുത്തെ അടിപ്പിണരാൽ സൗഖ്യം. 53:5 പ്രകാരം 1:24 പ്രകാരം ദൈവം കൽപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള വിടുതൽ ഇവരിലേക്ക് വരട്ടെ കർത്താവെ. ഇവരെ ആശ്രയമാക്കി വെച്ചിരിക്കുന്ന കർത്താവ് കൂടാരത്തിൽ നിന്ന് പിശാചിന്റെ തന്ത്രങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ശാപക്കെട്ടുകൾ പൊട്ടട്ടെ. ദുഃഖത്തിന്റെ അമിക്കേറുകൾ അഴിയട്ടെ കർത്താവെ. ഗദരീന ശക്തികൾ യേശുവിൻ നാമത്തിൽ വിഡ്ഢവും കൽപ്പിക്കുന്ന ദേശങ്ങളെ ഭരിച്ചു പിടിക്കുന്ന പ്രതികൂലത്തിന്റെ ശക്തികളെ ഹല്ലേലൂയ ദൈവം നിർവീര്യമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. യേശുവിന്റെ കരങ്ങളിൽ അടിമകളെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തിയേൽപ്പിക്കുന്നു. സകലവിധ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കും, ആശീർവദിക്കും, കൃപ കൊണ്ട് മൂടും. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. മഹത്വമെല്ലാം ദൈവത്തിന് തരുന്നു. നസ്രാനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.